നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ തളർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയേണ്ട ഒരു വാചകമുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ കണ്ണുനീരിന് നാളത്തെ എൻ്റെ തന്നെ പുഞ്ചിരിയോളം തന്നെ മൂല്യമുണ്ടാകും. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ ശരിയായ പാതയിലാണ്. കാരണം കഠിനമായ പാതകൾ മാത്രമേ മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നമ്മെ എത്തിക്കാറുള്ളൂ. ഒരു കുഞ്ഞു കഥയുണ്ട്. പണ്ട് ഒരു മലമുകളിൽ 2 കല്ലുകൾ ഉണ്ടായിരുന്നു. ലോകം തങ്ങളെ ശ്രദ്ധിക്കാത്തതിൽ അവർ രണ്ടുപേരും വളരെ ആകുലപ്പെട്ടിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ശില്പി എത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ ലോകം വണങ്ങുന്ന വിഗ്രഹങ്ങളാക്കി മാറ്റാം. എന്നാൽ ആദ്യത്തെ കല്ല് ഭയക്കുകയാണ്. ശില്പിയുടെ ഉളിയും ചുറ്റുകയും എൻ്റെ നെഞ്ചിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന വേദന എനിക്ക് താങ്ങാനാകില്ല എന്ന് പറഞ്ഞ് ആ കല്ല് ഒഴിഞ്ഞു മാറി. പക്ഷേ രണ്ടാമത്തെ കല്ല് ആ വേദനയെ പ്രണയിക്കാൻ തയ്യാറായി. ഓരോ തവണ ഒളിമുന തുളഞ്ഞു കയറുമ്പോഴും ഓരോ ചുറ്റുകയടിയിലും അത് മന്ത്രിച്ചു, ഇതെന്നെ മനോഹരമാക്കാനുള്ള പരിക്കുകളാണ്. ഒടുവിൽ ആ കല്ല് അതിമനോഹരമായ ഒരു ശില്പമായി മാറി. ചുറ്റും വലിയൊരു ക്ഷേത്രമുയർന്നു. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ ആ വിഗ്രഹത്തിന് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ വേദന ഭയന്ന ആദ്യത്തെ കല്ലിന്റെ അവസ്ഥ അതാണ് പ്രധാനം. ക്ഷേത്രനടയിൽ തേങ്ങ ഉടയ്ക്കാനുള്ള ഒരു പീഠമായി ആ കല്ല് മാറുകയാണ്. ഒരു തവണ വേദന സഹിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ആ കല്ലിന് ഇന്നും ഓരോ നിമിഷവും ഇങ്ങനെ അടിയേൽക്കേണ്ടി വരുന്നു. ഈ കഥ വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വെറും സങ്കടങ്ങളല്ല, നേരെ മറിച്ച് നിങ്ങളെ ഒരു വിഗ്രഹമാക്കി മാറ്റാൻ നമ്മുടെ കാലം നടത്തുന്ന കൊത്തുപണികളാണ്. നിങ്ങൾ മെഴുകാകണോ അതോ കരുത്തുറ്റ ഉരുക്കാകണോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ സങ്കടങ്ങൾ വെറും കണ്ണീരല്ല, അത് നിങ്ങളിലെ ശില്പത്തെ വാർത്തെടുക്കാനുള്ള ഉളിമുനകളാണ്. ആ ആത്മവിശ്വാസത്തോടെ, ആ കരുത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ ഓം ബിർള ഇന്ന് പാർലമെന്റിലെത്തില്ല. ലോക്സഭയിൽ ബജറ്റ് ചർച്ചകൾക്ക് ധനമന്ത്രി മറുപടി നൽകും. രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ചേക്കും. നരവനെയുടെ പുസ്തകം ചോർന്ന സംഭവത്തിൽ പ്രസാധകരുടെ മൊഴി രേഖപ്പെടുത്താൻ സ്പെഷ്യൽ സെൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വിവരം തേടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി വിധി ഇന്ന്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജയിൽ മോചിതനാകാൻ സാധ്യത. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും പരിഗണിക്കും. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. മണിപ്പൂരിൽ സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കി സർക്കാർ. കുക്കി നാഗ വിഭാഗക്കാരുമായി ചർച്ചകൾ സജീവം. പ്രകോപനം പാടില്ല എന്ന അഭ്യർത്ഥന. സംഘർഷ മേഖലകളിൽ കനത്ത ജാഗ്രത. സംസ്ഥാനത്തെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ. ഉൽപാദന ചെലവ് കൂടുന്നതും കാലിത്തീറ്റയുടെ വിലക്കയറ്റവും പച്ചപ്പുല്ലിന്റെ ക്ഷാമവും തിരിച്ചടി. സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ ആശങ്കയോടെ നെൽകർഷകർ. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വൊക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭിനെ കസ്റ്റഡിയിലെടുത്തത് റാന്നിയിൽ നിന്നും. 2 പേർക്കായി തെരച്ചിൽ ഊർജിതം. T20 ലോകകപ്പിൽ ഇന്ത്യ നാളെ നമീബിയയ്ക്കെതിരെ. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല. പകരം സഞ്ജു സാംസൺ അന്തിമ 11-ൽ ഇടം നേടിയേക്കും. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തിയാൽ മുഹമ്മദ് സിറാജ് പുറത്താകും. ലോക്സഭയിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ സ്പീക്കർ ഓം ബിർള ഇന്ന് പാർലമെന്റിലെത്തില്ല. പ്രമേയത്തിൽ തീരുമാനം വരുന്നതുവരെ നിന്നേക്കുമെന്നാണ് സൂചന. 14 ദിവസങ്ങൾക്ക് ശേഷമാണ് നോട്ടീസ് പരിഗണിക്കുക. മാർച്ച് 9-ന് സഭയിൽ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം ലോക്സഭാ സ്പീക്കറെ നീക്കാനുള്ള നോട്ടീസിൽ സെക്രട്ടറി ജനറൽ നിയമോപദേശം തേടും. നോട്ടീസ് ചട്ടപ്രകാരമാണോ എന്ന് പരിശോധിക്കും. ഉചിതമായ തീരുമാനം സെക്രട്ടറി ജനറൽ കൈക്കൊള്ളാൻ സ്പീക്കർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്പീക്കർ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ചാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നൽകിയത്. കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയവയിൽ നിന്നും 118 MPമാർ പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്.
പ്രതിപക്ഷ നിരയിലെ വിള്ളൽ സൂചിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രമേയത്തിൽ ഒപ്പിടാതെ വിട്ടുനിൽക്കുകയാണ്. പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതും BJP MP നിഷികാന്ത് ദുബൈ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ നടപടിയെടുക്കാത്തതുമടക്കം നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ബജറ്റ് ചർച്ചയുടെ ആദ്യഘട്ടം വെള്ളിയാഴ്ചയാണ് അവസാനിക്കുക. ബജറ്റ് ചർച്ചയിൽ ലോക്സഭയിൽ ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിച്ചേക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറയും. കരസേന മുൻ മേധാവി MM നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ചോർന്നതിൽ കൂടുതൽ നടപടിയിലേക്ക് ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് വിശദമായ അന്വേഷണം നടത്തുക. പ്രസാധകരുമായി മൊഴിയെടുക്കും. പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണ അവകാശം തങ്ങൾക്കാണെന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കാത്തിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. പെൻഗ്വിൻ റാൻഡം ഹൗസിന്റെ നിലപാട് കരസേന മുൻ മേധാവി MM നരവനെ എക്സിൽ ശരിവെച്ചു. വിവിധ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിവരം തേടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. സത്യം പുറത്തുവരുന്നത് തടയാനുള്ള BJP സർക്കാരിന്റെ ശ്രമം എന്നായിരുന്നു കോൺഗ്രസ് മറുപടി നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വാസുവും ഇന്ന് ജയിൽ മോചിതനാകാനാണ് സാധ്യത. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ, ഇതിപ്പോ സ്വാഭാവിക ജാമ്യം 4 പേർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. എന്തായാലും വാസുവിന്റെ ഈ ജാമ്യ ഹർജിയിലും സമാനമായ രീതിയിലുള്ള ഒരു വിധി വരാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? തീർച്ചയായും ലിജിൻ, അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവിക ജാമ്യ ഹർജി കോടതിക്ക് നൽകിയേ പറ്റൂ. കാര്യം അതൊരു വ്യക്തിയുടെ ഒരു ഭരണപരമായ അവകാശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കോടതി നീങ്ങുമ്പോൾ സ്വാഭാവികമായ ജാമ്യ ഹർജി N വാസുവിനും ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിൽ മോചിതരായിട്ടുള്ള പ്രതികളുടെ എണ്ണം 4 ആണെങ്കിൽ ഇപ്പോൾ N വാസു കൂടി പുറത്തിറങ്ങുമ്പോൾ അത് 5 ആയി മാറുന്നു. കാരണം നമ്മൾ കണ്ടതാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഈ മുൻ ദേവസ്വം കമ്മീഷണർ N വാസു കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലാകുന്നത്. കഴിഞ്ഞ നവംബർ 11-നാണ് ഈ വാസു ഈ കേസിൽ അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ റിമാൻഡ് കാലാവധി ഇപ്പോൾ 90 ദിവസം പൂർത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച്, അതായത് 90 ദിവസം പൂർത്തിയായിട്ടും തന്റെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് N വാസു ജാമ്യ ഹർജി ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവിക ജാമ്യ ഹർജിയിലേക്ക് N വാസുവിന്റെ കാര്യങ്ങളും എത്തുന്നത്. ഈ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല ഈ കാര്യങ്ങളിലൊന്നും എന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഒപ്പം ഉയരുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് അനാസ്ഥയില്ല എന്ന തരത്തിലുള്ള ഒരു വാദം ഈ സർക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിമർശനങ്ങൾ ആദ്യം ഉന്നയിച്ചെങ്കിലും പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ കേസുമായി മുന്നോട്ടുള്ള പോക്ക് നിയമപരമായ കാര്യങ്ങളുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ എന്നുള്ള വിലയിരുത്തലുകളും പിന്നീട് തിരുത്തി ഹൈക്കോടതി ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവർ നേരത്തെ ജയിൽ മോചിതരായിരുന്നു. ഈ ഒരു അവരുടെ ആ ഒരു പാതയിലേക്ക് തന്നെയാണ് അവരുടെ ഒപ്പം ജയിലിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ് N വാസുവിന്റെ കാര്യത്തിലും ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, അദ്ദേഹവും ഇന്ന് ജാമ്യ ഹർജി കോടതി നൽകിയ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ബൈജുവും സ്വാഭാവിക ജാമ്യത്തോടുകൂടി പുറത്തിറങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ മറ്റും ഒക്കെ അത് സ്വാഭാവിക ജാമ്യ ഹർജിയിൽ പെടുന്നതല്ല, 90 ദിവസമായിട്ടില്ലായിരുന്നു എങ്കിൽ പോലും തന്ത്രിയുടെയും ജാമ്യ ഹർജി ഇത്തരത്തിൽ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ വാദത്തിൽ കൃത്യമായ എതിർപ്പുകൾ പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രിയുടെ കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി ആ ജാമ്യം അത് വിധി പറയുന്നതിന് 18-ലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയുമെന്ന് തന്നെയാണ് കരുതുന്നത്. സ്വാഭാവിക ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതി കൂടിയായി മാറും N വാസുവും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം ആവശ്യം വരുന്നില്ല. കാരണം അത് സ്വാഭാവിക ജാമ്യ ഹർജിയാണ്. അതുകൊണ്ട് തന്നെ വാസുവും
ജയിലിന് പുറത്തേക്കുള്ള ഒരു പാതയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ വൈകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യപ്രതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിന് പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. നേരത്തെ 4 പേർ ഇതിനോടകം തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങി. വാസവും സമാനമായ രീതിയിൽ പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ആരോഗ്യ കാരണങ്ങളാൽ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണം എന്നാണ് ആവശ്യം. ജയശ്രീയുടെ അറസ്റ്റ് നേരത്തെ സുപ്രീം കോടതി തടഞ്ഞിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചത്. വേനൽ ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടെ ക്ഷീര കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. പച്ചപ്പുല്ലിന് ക്ഷാമം നേരിടുന്നതും കാലിത്തീറ്റയുടെ താങ്ങാനാകാത്ത വിലയുമാണ് കർഷകർക്ക് ദുരിതമായി മാറുന്നത്. പാൽവില ഉയർത്താത്തതിനെ തുടർന്ന് ഉൽപാദന ചെലവ് കഴിഞ്ഞ് മിച്ചമൊന്നും കിട്ടാത്ത സ്ഥിതിയാണെന്ന് ക്ഷീര കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. വേനൽക്കാലത്തെ ജലദൗർലഭ്യതയും ഒപ്പം പച്ചപ്പുല്ലിന് ക്ഷാമവും നേരിടുന്നതാണ് ക്ഷീരകർഷകർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വൈക്കോലിനും കാലിത്തീറ്റയ്ക്കും വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന പാൽവില കൂടി പരിഗണിക്കുമ്പോൾ കർഷകർ വലിയ നഷ്ടമാണ് നേരിടുന്നത്. 1 ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദന ചെലവ് തന്നെ 60 രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് ക്ഷീരകർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷീരോത്പാദക സംഘങ്ങളിൽ നിലവിൽ 1 ലിറ്റർ പാലിന് ലഭിക്കുന്ന വില 42 രൂപ മാത്രമാണ്. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1500 രൂപയും 1 ചാക്ക് തവിടിന് 1400 രൂപയും 1 കെട്ട് വൈക്കോലിന് 300 രൂപയുമാണ് വില. ഈ കഴിഞ്ഞ ദിവസമാണേലും കേസിനാണേലും 25 രൂപ വെച്ചും 50 രൂപ വെച്ചും കൂടിയിട്ടുണ്ട്. എങ്ങനെ ഇത് കൂടും? അതിന് പാലിന് വില കൂടുതൽ കിട്ടുന്നുണ്ട്, അതുമില്ല. കുടിക്ക് വില കൂടുന്നതനുസരിച്ച് നമുക്ക് പാലിന് വില കൂടുതൽ കിട്ടുമോ? അതും കിട്ടത്തില്ല. അതാണ് ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം. ഇപ്പം തന്നെ നിൽക്കുന്ന രീതിയിലായി കന്നാലി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൻപുറത്തില്ല. പാലിൻ്റെ കൊഴുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ക്ഷീരസംഘങ്ങളിൽ പാൽവില നിശ്ചയിക്കുന്നത്. വൈക്കോൽ നൽകുമ്പോൾ പാലിൻ്റെ കൊഴുപ്പ് കുറയുന്നതും കർഷകർക്ക് തിരിച്ചടിയായി മാറുകയാണ്. ഇതോടെ കാലിത്തീറ്റ വാങ്ങാൻ കർഷകർ നിർബന്ധിതരാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മിൽമ നടത്തിയ പഠനത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48 രൂപ 50 പൈസ ചിലവ് വരുമെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ പിന്നീട് കാലിത്തീറ്റ വിലയിൽ അടക്കം വലിയ വർധനവ് ഉണ്ടായിട്ടും പാൽവിലയിൽ ആനുപാതികമായ വർധനവ് ഉണ്ടായിട്ടില്ല. മിൽമയുടെ വിവിധ യൂണിയനുകൾ ഉൾപ്പെടെ സർക്കാരിനോട് പാൽവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർദ്ധിപ്പിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ആ ഉറപ്പ് പാലിക്കാനുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുന്നില്ല. മിൽമ 2019 സെപ്റ്റംബറിൽ ലിറ്ററിന് 4 രൂപയും 2022 ഡിസംബറിൽ ലിറ്ററിന് 6 രൂപയും പാൽവില വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ മിൽമ പാൽവില ലിറ്ററിന് 56 രൂപയാണ്. പാൽവില ഉയർത്തുന്നതിനൊപ്പം കാലിത്തീറ്റ സബ്സിഡിയും മറ്റ് ഇൻസെന്റീവ്സും ലഭ്യമാക്കണമെന്നാണ് ക്ഷീരകർഷകർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം വന്നതോടെ നിരാശയിലാകുന്നത് സംസ്ഥാനത്തെ നെൽകർഷകരാണ്. നിർദ്ദേശം പ്രാവർത്തികമായാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടുന്ന ഗതികേടിലാകും കർഷകർ. അതേസമയം ബോണസ് നൽകുന്നത് തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. രാജ്യത്ത് ധാന്യോൽപാദനം ആവശ്യത്തിലധികമായതിനാൽ നെല്ല് സംഭരണത്തിനായി കേരളം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മുൻപ് കേന്ദ്ര സംഘവും BJP സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘവും കർഷകരുടെ പ്രതിസന്ധി പിടിക്കാനെത്തിയതിൻ്റെ പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനത്തെ നെൽകർഷകർ. നെല്ലുവില വിതരണം കേന്ദ്രം ഏറ്റെടുക്കും, കർഷകർക്ക് പാടത്ത് വെച്ച് തന്നെ നെല്ലിൻ്റെ വില ലഭിക്കും, PRS വായ്പയായി നെല്ലുവില നൽകുന്ന രീതി ഇല്ലാതാവും തുടങ്ങി സംഘങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ കുട്ടനാട്ടിലെയും സംസ്ഥാനത്തൊട്ടാകെയുമുള്ള കർഷകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. നെൽകാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ രക്ഷിക്കുമെന്ന പ്രചാരണം വ്യാപകമായെങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്രമിറക്കിയ നിർദ്ദേശം കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയായിരുന്നു. തീരുമാനം നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കിലോഗ്രാമിന് 6 രൂപയിലേറെ കുറയും. ഇത് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അതേസമയം കേന്ദ്രം നൽകിയ നിർദ്ദേശത്തെ കേരള സർക്കാർ മുഖവിലക്കെടുത്തിട്ടില്ല. ബോണസ് തുക നൽകുന്നത് തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര നിർദ്ദേശം നെൽകൃഷിയെ തകർക്കാനുള്ള സംഘടിത നീക്കത്തിൻ്റെ ഭാഗമാണെന്നും ബോണസ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞാൻ തന്നെ രേഖാമൂലം കത്തിലൂടെ കേരളത്തിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നമ്മളത് തുടരും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിശ്ചയിക്കുന്ന കമ്മിറ്റി തന്നെ കേരളത്തിൻ്റെ ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്.
അങ്ങനെ കണക്കാക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേറ്റിനും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ള MSP, സ്റ്റേറ്റ് സ്പെസിഫിക് MSP പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 30-നേക്കാൾ വർദ്ധിക്കും, 30-നേക്കാൾ കൂടണം, 40 രൂപയെങ്കിലും ആവണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് സംസ്ഥാനം നിങ്ങൾ കുറയ്ക്കണം എന്ന് പറയുന്നത് കേവലമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിലൊന്നും അല്ല, നെൽകൃഷി ഒഴിവാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെ. നിലവിൽ 1 കിലോ നെല്ലിന് കർഷകർക്ക് ലഭിക്കുന്ന സംഭരണ വിലയായ 30 രൂപയിൽ 6.31 രൂപയാണ് പ്രോത്സാഹന വിഹിതമായി സംസ്ഥാനം നൽകുന്നത്. കേന്ദ്രം നിശ്ചയിച്ച താങ്ങുവില 28.60 രൂപയാണ്. പുറമെ കിലോയ്ക്ക് 12 പൈസ തോതിൽ കയറ്റുകൂലിയും കർഷകർക്ക് ലഭിക്കും. വിത്ത്, വളം, ഉഴവുകൂലി, നടിയൽ ചെലവ്, തൊഴിലാളികളുടെ വേതനം, ജലസേചന ചെലവ്, കീടനാശിനി വില, കൊയ്ത്തുകൂലി എന്നിവ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം തിരിച്ചടിയാകുമെന്നാണ് കർഷകരുടെയും കർഷക സംഘടനകളുടെയും നിലപാട്. നിർദ്ദേശം നടപ്പായാൽ കുട്ടനാട്ടിലെ ബാക്കിയുള്ള നെൽപ്പാടങ്ങളും അപ്രത്യക്ഷമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ രാഷ്ട്രീയ യാത്രകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ജോസ് കെ മാണി എംപി നയിക്കുന്ന LDFന്റെ മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ ഇന്നു മുതൽ എറണാകുളം ജില്ലയിലാണ്. 14 വരെ ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. 14 വൈകിട്ട് പര്യടനം പൂർത്തിയാക്കി ജാഥ സമാപിക്കും. മധ്യകേരളത്തിൽ UDF സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജാഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഈ വികസന മുന്നേറ്റ ജാഥ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ UDFന് എപ്പോഴും അനുകൂലമായി ചിന്തിക്കുന്ന മണ്ണുകൂടിയാണ്, ജില്ല കൂടിയാണ് എറണാകുളം. ഏത് രീതിയിലാണ് LDFന്റെ പ്രതീക്ഷകൾ, ജോസ് കെ മാണിയുടെ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുക? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് കേരളം എത്തി നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില റിപ്പോർട്ടുകൾ, അത് കോൺഗ്രസിന്റെ ആഭ്യന്തര സമിതിയുടെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലേറ്റവും സ്വാധീനം UDF ഉണ്ടാക്കാൻ പോകുന്നത് മധ്യ കേരളത്തിലാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പിന്നൊന്ന് വയനാടാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എത്രത്തോളം മറ്റ് മേഖലകളിലേക്ക് കടന്നു കയറാം എന്നുള്ളതാണ് LDF ചിന്തിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് എറണാകുളത്ത് ഉൾപ്പെടെ ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ LDFന് കഴിഞ്ഞ ഒരു ജില്ലയാണ് എറണാകുളം. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കയ്യിലിരുന്ന കോർപ്പറേഷൻ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ മേഖലകൾ ഏറ്റവും കൂടുതൽ, ആ വിഭാഗം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ മധ്യ കേരളം, എറണാകുളം, ഇടുക്കി, കോട്ടയം അടക്കമുള്ള മേഖലകൾ. ആ മേഖലകളിൽ നിന്ന് വോട്ട് ചോരാതെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ LDF ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ LDF 2 ജാഥകളാണ് നടക്കുക. അത് ഒന്ന് വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയുമാണ് നടന്നു പോകുന്നത്. അതിന് പകരം ഇത്തവണ 3 ജാഥ, അത് മധ്യ കേരളത്തിൽ ഒരു ജാഥ നടക്കുന്നു. ആ ജാഥയ്ക്ക് ജോസ് കെ മാണിയെ ക്യാപ്റ്റനായി കൊണ്ടുവരുന്നു. ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിയാണ്. ഒപ്പം തന്നെ ജാഥ മാനേജർ P. ബിജു ആണ്. അതോടൊപ്പം തന്നെ KK ശൈലജ അടക്കമുള്ള നേതാക്കൾ ഇതിന്റെ ഭാഗമായൊക്കെ തന്നെയുണ്ട്. അത്തരം ഒരു നീക്കം നടക്കുന്നത് ക്രൈസ്തവ മേഖലയിലുള്ള ആളുകളെ കൂടുതലായി വിട്ടുപോകുന്നവരെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. പ്രധാനമായി നേരത്തെ ചില ന്യൂനപക്ഷ നീക്കങ്ങൾ ഇടതുപക്ഷം നടത്തിയതിന്റെ ഭാഗമായാണ് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ മാറി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഒരു വിഭാഗം അടുക്കുന്ന സാഹചര്യമൊക്കെ നിൽക്കുന്നു. മറ്റൊരു വിഭാഗമാണെങ്കിൽ UDFനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു ജാഥ കൊണ്ട്, മധ്യ കേരള ജാഥ കൊണ്ട്, മേഖലാ ജാഥ കൊണ്ട് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ മേഖലകളുടെ ഇപ്പൊ എറണാകുളത്ത് ഈ ജാഥ സമാപിക്കുന്ന തരത്തിലാണ് ജാഥ അവസാനിക്കുന്നത്. എല്ലാ ജാഥകളും 14-ാം തീയതി പൂർത്തിയാക്കി അവസാനിക്കുന്ന തരത്തിലാണ്. MV ഗോവിന്ദനെയും ബിനോയ് വിശ്വത്തിന്റെയും ജാഥകളാണ് മറ്റ് രണ്ട് മേഖലകളിൽ പര്യടനം നടത്തുന്നത്. ഇന്നിപ്പോൾ ഈ ജാഥ കുന്നത്തുനാട് അടക്കമുള്ള മേഖലകൾ, പെരുമ്പാവൂർ അടക്കമുള്ള മേഖലകളാണ് പര്യടനം നടത്തുന്നത്. അതിനുശേഷം നാളെ അവധിയാണ് ജാഥയ്ക്ക്. അതിനുശേഷം 2 ദിവസം കൂടി ജാഥ പര്യടനം നടത്തി 14-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് തന്നെ അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് മധ്യ കേരളത്തെ സംബന്ധിച്ച ഈ ജാഥയ്ക്കുള്ളത്. പ്രത്യേകിച്ച് എറണാകുളത്തെ മണ്ഡലങ്ങൾ കുറെ അധികമെങ്കിലും ഇത്തവണ UDFിലേക്ക് പോകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. UDFന്റെ, കോൺഗ്രസിന്റെ റിപ്പോർട്ടൊക്കെ തന്നെ അത്തരത്തിലാണ്. അതിനെയൊക്കെ തന്നെ മറികടക്കുക എന്നുള്ളതാണ്. 40% വോട്ടുകൾ ഇരു മുന്നണിയും നേടുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും അതിൽ തന്നെ UDFന് അനുകൂലമാകുന്നത് എറണാകുളവും ഇടുക്കിയും കോട്ടയം ഒക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട തരത്തിലുള്ള ഒരു നീക്കം LDFന്റെ ഭാഗത്ത് ഇപ്പോൾ നടത്തി മുന്നോട്ട് പോകുന്ന ലിജി.
ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളെയും അവർക്ക് വളരെ നിർണായകമായിട്ടുള്ള ജില്ല കൂടിയാണ്. കാരണം ഇതിനു മുൻപ് LDF മികച്ച നേട്ടമുണ്ടാക്കാൻ എറണാകുളം ജില്ലയിൽ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു തിരിച്ചുവരവ് UDF നടത്തുന്നു. വിവിധ മണ്ഡലങ്ങളിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് UDF നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ ഈ യാത്ര വളരെ പ്രാധാന്യത്തോടെയാണ് LDF നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വികസനം പറഞ്ഞുകൊണ്ടാണ് ഈ വികസന മുന്നേറ്റ ജാഥ എന്തായാലും മുന്നേറുകയും ചെയ്യുന്നത്. KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയാണ്. ആറ്റിങ്ങലും വാമനപുരത്തും ഒഴികെ സിറ്റിംഗ് MLA മാർ മത്സരിക്കും. വാമനപുരത്ത് A. റഹീം മത്സരിക്കാനാണ് സാധ്യത. DK മുരളിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കവുമുണ്ട്. LDFിൻ്റെ മേഖലാ ജാഥകൾ പൂർത്തിയാക്കിയ ശേഷം സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമുണ്ടാകും. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ CPMനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്, ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. കേവലം കോവളം മാത്രമാണ് LDFിൻ്റെ കയ്യിൽ നിന്നും മാറിപ്പോയത്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ കണ്ടു. അവിടെയും UDFിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ആ ഘട്ടത്തിലാണോ പെട്ടെന്ന് തന്നെ തിരക്കിട്ട നീക്കങ്ങൾ തലസ്ഥാന നഗരിയിൽ നടത്തുന്നത്? ലിജൻ, തീർച്ചയായും തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും അതീവ പ്രധാനമാണെന്ന് നമുക്ക് അറിയാം. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം UDFിനായാലും LDFിനായാലും പ്രത്യേകിച്ച് BJPക്കായാലും ഈ BJPക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ് തലസ്ഥാന ജില്ല. അതുകൊണ്ട് തന്നെ മറ്റു രണ്ട് മുന്നണികളും, ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് നിർത്തുക. ഇതിൽ നിലവിലെ 2021 താരതമ്യം ചെയ്യുമ്പോൾ LDFിനാണ് മുൻതൂക്കം. കോവളം ഒഴികെ മറ്റ് 13 നിയോജക മണ്ഡലങ്ങളിലും, അതായത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ ഈ 14 കോവളം ഒഴികെ മറ്റ് 13 മുന്നിട്ട് നിൽക്കും. 13 LDFിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിയമസഭയിലുള്ളത്. LDF MLA-മാരാണ് നിയമസഭയിലുള്ളത്. അപ്പോൾ അത്രയേറെ ശക്തമായ തേരോട്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചോളം. പക്ഷേ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പക്ഷേ അതിനുശേഷം വന്ന ലോക്കൽ ബോഡി ഇലക്ഷനും ഒക്കെ വന്നപ്പോൾ അതിലുണ്ടായ വോട്ടിംഗ് പാറ്റേണിലൊക്കെ നമ്മൾ വ്യത്യാസം കണ്ടതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെയും കോർപ്പറേഷനിൽ BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടായി. ഇതൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. തൽക്കാലം നിലവിൽ ഈ 13 MLA-മാരിൽ 2 ആറ്റിങ്ങലും വാമനപുരം മറ്റിടങ്ങളിലൊക്കെ തന്നെയും സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്കാണ് പോകുന്നത്. ഏറെക്കുറെ അതിന് സാധ്യത തന്നെയാണുള്ളത്. കാരണം അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം. അതായത് വാമനപുരത്ത് DK മുരളിയെ വാമനപുരത്ത് നിന്ന് മാറ്റുക, പകരം DK മുരളിയെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള നീക്കങ്ങൾ, ചർച്ചകൾ ഏറെക്കുറെ അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള V. ജോയി, അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. V. ജോയി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം വർക്കല വീണ്ടും ജനവിധി തേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി പദം ഒഴിയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ DK മുരളിയെ ജില്ലാ സെക്രട്ടറിയാക്കി മുന്നോട്ട് പോകാമെന്നൊരു ധാരണയിലാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വമൊക്കെ എത്തിയിരിക്കുന്നത്. അതിൽ സംസ്ഥാന ഘടകത്തിൻ്റെ പിന്തുണയും ഒക്കെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വാമനപുരത്ത് ആരും മത്സരിക്കുമെന്നുള്ള ചോദ്യം, നിലവിൽ രാജ്യസഭാ MP ആയിരിക്കുന്ന A. റഹീം വാമനപുരത്ത് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അതിനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം. A. റഹീമിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ്. A. റഹീം വാമനപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ശക്തമായൊരു പോരാട്ടം ഉണ്ടാവുകയും ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുകയും ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് CPM സംസ്ഥാന ഘടകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയും A. റഹീമിനെയൊക്കെ രാജ്യസഭയിൽ നിന്ന് തിരിച്ച് നിയമസഭാ കേരള ഘടകത്തിലേക്ക് കൊണ്ടുവരിക, അവിടെ നിയമസഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കവും ഇതിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഹീമിനെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. ഒപ്പം ആറ്റിങ്ങലിൽ അംബികാദേവിയെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം, അംബികാദേവി മാറണമെന്നൊരു തീരുമാനമാണുള്ളത്. അവിടെ പല പേരുകളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അംബികാദേവിയുടെ മകൻ്റെ പേര് ഉൾപ്പെടെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിൽ പകരം ആര് എന്ന കാര്യത്തിലുള്ള സജീവമായ ചർച്ചകളാണ് നടക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ആൻസറിനെ മാറ്റണം എന്നുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാമനപുരത്ത് നിന്നും ആറ്റിങ്ങലിൽ നിന്നും നിലവിലെ MLA-മാർ മാറട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ ഇതിൽ സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്നും തീരുമാനത്തിലെത്തി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ലിജിൻ, ഈ നേമത്ത് ശിവൻകുട്ടിയും ഒപ്പം കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തും ജനവിധി തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം. കാരണം BJP സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും നിർണായകമായ സീറ്റാണ് ഈ നേമം എന്ന് പറയുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മത്സരിക്കും എന്ന പ്രഖ്യാപനം അദ്ദേഹം തന്നെ സ്വമേധയാ നടത്തി.
എത്തിയിരിക്കുന്നു. ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമെന്ന കാര്യത്തിൽ മറ്റ് ചർച്ചകളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല BJP-യിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ BJP-ക്ക് ഏറ്റവും മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് വലിയ രീതിയിലൊരു ഭൂരിപക്ഷമുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഏറെ ഭൂരിപക്ഷമാണ് BJP-ക്കുള്ളത്. അങ്ങനെ BJP എല്ലാ അർത്ഥത്തിലും മേൽക്കൈ നേടി നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നിയമം. ആ നിയമത്ത് ശിവൻകുട്ടി വീണ്ടും അവിടെ കളത്തിലിറങ്ങുമ്പോൾ എങ്ങനെ ആ സീറ്റ് ഇടതു മുന്നണിക്ക് നിലനിർത്താൻ കഴിയുമെന്നൊരു ചോദ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിച്ചു എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ് ശിവൻകുട്ടി ജയിക്കാനായത്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സീറ്റ് കൈവിട്ടു പോകുമെന്നുള്ള ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കാൻ CPM നിർബന്ധിതമാകുന്നു എന്നതും വലിയൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ജില്ലാ ഘടകത്തിന് ശക്തമായൊരു വികാരമുണ്ട്. എങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത്. ലിജൻ, ശരി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ജില്ല കൂടിയാണ് തലസ്ഥാന നഗരി. സ്വാഭാവികമായും 3 മുന്നണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ തന്നെയായിരിക്കും ഇത്തവണ ശ്രമിക്കുക. കാരണം നേരത്തെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 13 ഇടത്തും LDF വിജയിച്ചു, ഒരിടത്ത് മാത്രമാണ് UDF-ന് വിജയിക്കാൻ സാധിച്ചത്. പക്ഷെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നിലവിൽ UDF-ന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെയാണ്. അപ്പോഴും BJP കരുത്തുറ്റ ഒരു ശക്തിയായി മാറുന്നു. പ്രത്യേകിച്ച് നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP-യുടെ സാന്നിധ്യം ഇത്തവണ കൂടുതൽ കരുത്തുറ്റതായി മാറും എന്നുള്ള കാര്യങ്ങളും കൂടി പുറത്തു വരികയാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഒക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. പത്തനംതിട്ട റാന്നിയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഇതോടെ കേസിൽ ആകെ 4 പ്രതികൾ പിടിയിലായി. കിരൺ, സജിൻ എന്നിവരാണ് ഇനിയും പിടിയിലാകാനുള്ളത്. ഇവർക്കായി പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ ഈ പ്രതികൾ പുറത്തേക്ക് പോയി, അതായത് ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ റാന്നിയിൽ നിന്നും ഈ പ്രതിയെ പിടികൂടുന്നു. ഇനിയും 2 പേർ പിടിയിലാകാനുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ലിജൻ, ഗുഡ് മോർണിംഗ്. ഈ കേസ് ഇതിപ്പോൾ കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഈ 4 പ്രതികൾ പിടിയിലാകുന്നത്. അതായത് ആദ്യ 2 പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് 3ാമത് പ്രതി പിടിയിലാകുന്നത്. ഇന്നിപ്പോൾ വൊക്കൻ എന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായിട്ടുള്ളത്. ഇനിയും 2 പ്രതികൾ ഈ കേസിൽ പിടിയിലാകാനുണ്ട്. പ്രതികൾ പ്രധാനമായും കഴിഞ്ഞ ദിവസവും ഈ പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഫോൺ ഓൺ ആക്കുകയും അതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ മാറ്റി കാണിക്കുകയും ഒക്കെ ചെയ്ത് ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 4ാമത് പ്രതി റാന്നിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. നേരത്തെ ഈ അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ പോലീസ് ആ ഭാഗത്തേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോഴാണ് ഈ റാന്നിയിൽ നിന്നും ഇന്നിപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 പേരാണ് പിടിയിലാകാനുള്ളത്. ഇവർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഇവർ ഇനിയും അന്യ സംസ്ഥാനത്തുണ്ടോ അതോ തിരിച്ച് ഈ പത്തനംതിട്ട ഭാഗത്ത് തന്നെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുകയാണോ എന്നതിലാണ് പോലീസിന് സംശയമുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഈ സുബിൻ അലക്സാണ്ടറും അതുപോലെ ബെർലിൻ ദാസും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ആദ്യ ദിവസം തന്നെ അറസ്റ്റിലായിരുന്നു. പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇതിലെ മറ്റൊരു പ്രതി വരുണിനെ പിടികൂടുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം വരെ 3 പ്രതികളായിരുന്നു. ബാക്കി 3 പേർ ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഉണ്ട് എന്ന തരത്തിലൊക്കെ വിവരം വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ റാന്നിയിൽ നിന്നാണ് ഈ പ്രക്ഷോഭ പിടിയിലായിരിക്കുന്നത്. ബാക്കി 2 പേരും ഇതുപോലെ ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്ന ഒരു സംശയവുമുണ്ട്. അതല്ല, ചിലപ്പോൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റെവിടെയെങ്കിലും ആകാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടാനാണ് പോലീസിന്റെ നീക്കം. മാത്രമല്ല, ഈ കൂടുതൽ പ്രതികളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. അതായത് ഈ സഹപ്രവർത്തക, അതായത് അന്ന് സ്പായിൽ ഈ അതിജീവിതയോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകയും അവരുടെ ആൺ സുഹൃത്തിലേക്കുമൊക്കെ അന്വേഷണം നീളുന്നുണ്ട്. മാത്രമല്ല, ഈ ഉടമയുടെ മൊഴികളൊക്കെ കൂടുതൽ വ്യക്തതയോടെ എടുക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. ഇതിൽ മാത്രമല്ല, ഈ പോലീസുകാരുൾപ്പെടെ സംശയനിഴലിലായിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിലും നടക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികളെ എത്രയും വേഗം പിടികൂടുക എന്നത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന നീക്കം. എത്രയും വേഗം ഇവരെ പിടികൂടുകയാണ് ലക്ഷ്യമെന്നും കഴിഞ്ഞ ദിവസം പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും ഇനിയും 2 പേരെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ്. 4 പേർ ഇപ്പോൾ പിടിയിലായി കഴിഞ്ഞു. ഒപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ഈ ഗുണ്ടകളും പോലീസുമായി ബന്ധം ആദ്യഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണവും മറുവശത്ത് പുരോഗമിക്കുകയാണ്. കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്.
ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചു. രാജ്യമെമ്പാടും 1000-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. പല മേഖലയിലും വെടിവയ്പ് നടക്കുന്നതിനാൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ദിവസം ഇന്റർനെറ്റ് വിലക്കിയിട്ടുണ്ട്. സമാധാനമായിരുന്ന മണിപ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് അശാന്തി പടർന്നത്. നാഗ കുക്കി വിഭാഗങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ പ്രദേശവാസികൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഉഖ്റിൽ ശാന്തമാകുകയാണ്. പുതിയ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ദിവസവും ഇവിടെ കുക്കികളും നാഗകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സമാധാനം കണക്കിലെടുത്ത് ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ സേവനങ്ങൾ 5 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉഖ്റിൽ ജില്ലയിലാണ് വിലക്ക് ബാധിക്കുക. അക്രമങ്ങളെ തുടർന്ന് ക്രമസമാധാന നില അസ്ഥിരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ലിതാൻ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. ഉപമുഖ്യമന്ത്രി ലോ സി ദിഖോ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇരുവിഭാഗം ഗോത്ര നേതാക്കളുമായി ഉപമുഖ്യമന്ത്രി ചർച്ചയും നടത്തിയിരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അഭ്യൂഹങ്ങളിൽ വീഴരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം 1-ലധികം ജില്ലകളിലെ സെൻസിറ്റീവ് ദുർബല പ്രദേശങ്ങളിൽ സുരക്ഷാസേന തിരച്ചിൽ തുടരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റവരെ മുഖ്യമന്ത്രി വൈക്കേം ചന്ദ് സിംഗ് ആശുപത്രിയിൽ സന്ദർശിച്ചു. തെറ്റിദ്ധാരണയുടെ ഫലമായാണ് സംഘർഷം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സമുദായങ്ങളോടും ശാന്തത പാലിക്കാനും സമാധാനം നിലനിർത്താനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. BJP നൈപുണ്യ വികസന പദ്ധതിയിൽ പങ്കെടുക്കാൻ കേരള സംഘം ഡൽഹിയിൽ. മേയർ VB രാജേഷിന്റെ നേതൃത്വത്തിൽ 115 കൗൺസിലർമാർ ഉച്ചയോടെ ഡൽഹിയിലെത്തും. വൈകിട്ട് 5 മണിക്ക് യുദ്ധസ്മാരകം സന്ദർശിക്കും. 6-ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ പരിപാടികളിലും പങ്കെടുക്കും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നാളെ വൈകിട്ടാണ്. വിവിധ കേന്ദ്രമന്ത്രിമാരെയും കാണാം. പാർലമെന്റും സംഘം സന്ദർശിക്കും. ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ ചിത്രമേന്തിയ 12-കാരനെ സ്നേഹ സന്ദേശം അയച്ച പ്രധാനമന്ത്രി. തിരുവനന്തപുരം ചിത്രാനഗറിലെ സിദ്ധാർത്ഥിനാണ് നരേന്ദ്രമോദി കത്തയച്ചത്. പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് തുടങ്ങുന്ന കത്തിനടിയിൽ സ്നേഹപൂർവ്വം പ്രധാനമന്ത്രി എന്ന് കണ്ടതോടെ അഭിമാനത്തിലാണ് ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 6-ാം ക്ലാസ്സുകാരനായ ഈ കൊച്ചുമിടുക്കൻ. Dear Siddharth, I hope this letter finds you well and in great spirits. കുഞ്ഞെ, നിന്റെ കൈവേദനിക്കും. ചിത്രത്തിന് പിന്നിൽ പേരും മേൽവിലാസവും എഴുതിയേൽപ്പിക്കൂ. ഞാൻ നിനക്ക് കത്തയക്കാം. 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുപരിപാടിക്കിടെ തൻ്റെ ചിത്രമുയർത്തി നിന്ന 6-ാം ക്ലാസ്സുകാരനോട് മോദി പറഞ്ഞ വാക്കുകളാണിത്. ദിവസങ്ങൾക്കിപ്പുറം തൻ്റെ സ്നേഹ സന്ദേശം എഴുതി അറിയിച്ചിരിക്കുകയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി. The warm affection that I get from children fills me with unbounded energy to redouble my efforts to strive harder to create an ecosystem that ensures a bright future for youngsters like you. പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് അഭിസംബോധനയോടെ ആരംഭിക്കുന്ന കത്ത് നിഷ്കളങ്ക സ്നേഹത്തെയും ത്യാഗമനോഭാവത്തെയും ആദരവോടെ സ്മരിക്കുകയാണ്. കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന ഊഷ്മളമായ പരിഗണന തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുകയാണെന്നും മോദി കുറിച്ചു. Witnessing such remarkable talent fills me with immense confidence that our youth will lead the way to a future where development, progress and opportunity come together to create a Vikasit Bharat. ചിത്രനഗർ സ്വദേശി ശ്രീജിത്ത് രേഷ്മ ദമ്പതികളുടെ മകൻ 6-ാം ക്ലാസ്സുകാരൻ സിദ്ധാർത്ഥിനെ തേടിയാണ് സ്നേഹ സന്ദേശമെത്തിയത്. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒത്തിരി സന്തോഷമായി. ഡ്രോയിങ് തുടരണമെന്ന മോദിയുടെ സ്നേഹോപദേശത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. മോദിജി ഇങ്ങനെ കാണുന്നത് പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. ഞാൻ പിക്ചർ പൊക്കി കാണിച്ചപ്പോൾ മോദിജി എൻ്റെ ഫോട്ടോ കണ്ടു. എന്നിട്ട് കത്തയക്കുന്നു പറയും. ഇപ്പം കത്തും കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ എയർഫോഴ്സ്. പറയും പോലെ അവൻ്റെ ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു വർക്ക്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണത്. കാറുകളോടുള്ള മകൻ്റെ പ്രിയമാണ് ചിത്രകലയിലേക്ക് തിരിഞ്ഞത്. കാറിൻ്റെ ആ ഒരു ക്രേസാണ് അവന് ഈ ഒരു ഡ്രോയിങ്ങിന് ഇത്രയും ഇൻട്രസ്റ്റ് തോന്നിയ കാരണം.
സിദ്ധാർത്ഥിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കരുത്തും പ്രചോദനവും ഈ കുടുംബം തന്നെയാണ്. കത്തിൽ കേരളത്തെയും അനുസ്മരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. I encourage you to continue pursuing your artistic and creative endeavors with the same passion and dedication. സമ്പന്നവും ഊർജ്ജസ്വലവുമായ ഒരു കലാപാരമ്പര്യമുണ്ട് കേരളത്തിന്. അത് നിരവധി പതിറ്റാണ്ടുകളായി മികച്ച കലാകാരന്മാർ കെട്ടിപ്പടുത്തതാണ്. നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സന്തോഷകരമാണ്, മോദി കുറിച്ചു. സിദ്ധാർത്ഥിന് ശോഭനമായ ഭാവി ആശംസിച്ചാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. Wishes for a bright future with warm regards, your Narendra Modi. കാറുകളും കളർ പെൻസിലുകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മിടുക്കന് ഭാവിയിൽ വായുസേനയുടെ ഭാഗമാകാനാണ് താല്പര്യം. ഉയരങ്ങളിലെത്തട്ടെ, ഉയരങ്ങൾ കീഴടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ സുരേഷ് കൂട്ടപ്പനയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 4 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ പഴമ നിലനിർത്തി പുനരുദ്ധരിച്ച് സമർപ്പണം നടത്തി. വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ 1 വർഷം കൊണ്ടാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 10 ചിത്രങ്ങളായി ആകെ 425 ചതുരശ്ര അടി ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 16-ാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് കരുതപ്പെടുന്ന ചുവർച്ചിത്രങ്ങൾ കാലപ്പഴക്കവും സംരക്ഷണക്കുറവും മൂലം നാശത്തിന്റെ വക്കിലായിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നിർദ്ദേശപ്രകാരം 1 വർഷം മുൻപാണ് ചുവർച്ചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ദേവസ്വം ബോർഡും വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS പ്രിയദർശനും ചേർന്നാണ് ചുവർച്ചിത്ര സംരക്ഷണത്തിന് പദ്ധതി ഒരുക്കിയത്. വാസ്തുവിദ്യാ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമ്മനിട്ട ശ്രീകുട്ടൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റുകളായ മണ്ണടി അഭിലാഷ് കുമാർ, ആറന്മുള ജയകൃഷ്ണൻ എന്നിവർ സംരക്ഷണ ജോലി പൂർത്തിയാക്കി. ഇന്ത്യൻ നാഷണൽ റിസർച്ച് ലബോറട്ടറി ഫോർ കൺസർവേഷൻ ഓഫ് ഓൾഡ് കൾച്ചറൽ പ്രോപ്പർട്ടി മുൻ ഡയറക്ടർ ഡോക്ടർ വേലായുധൻ നായരുടെ മേൽനോട്ടത്തിലായിരുന്നു സംരക്ഷണ ജോലികൾ. ആദ്യഘട്ടത്തിൽ ക്ഷേത്രഗോപുരത്തിന് ഉള്ളിലെ അനന്തശയനവും പിന്നീട് 2 ഘട്ടങ്ങളിലായി പ്രദോഷ നൃത്തം, കാളിയമർദ്ദനം, വേട്ടശാസ്താവ്, അഘോരമൂർത്തി, വസ്ത്രാപഹരണം, വേണുഗോപാലം, 2 ദ്വാരപാലകർ, വീരാളിപ്പട്ട് തുടങ്ങിയവയുമാണ് സംരക്ഷിച്ചത്. മന്ത്രി VN വാസവൻ ചിത്രങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു. അതിൻ്റെ ശോഭ ഒട്ടും കെടാതെ ആധുനിക കാലഘട്ടത്തിലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനവും പ്രയോജനപ്പെടുത്താതെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ആ വാസ്തുശില്പം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രായോഗികമാക്കിയത്, അന്ന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ തന്നെ വീണ്ടും ഉപയോഗിച്ചാണ് അതിൻ്റെ ശോഭ കെടാതെ വളരെ മനോഹാരിത. ആ പ്രദോഷ നൃത്തം നമ്മൾ വെളിയിൽ നിന്ന് അകലെ നോക്കിയാൽ നൃത്തം ചെയ്തു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ചിത്രങ്ങളിലുള്ള ആണികൾ അടക്കം നീക്കം ചെയ്തും നാശോന്മുഖമായിരുന്ന പ്രതലഭാഗങ്ങൾ കുമ്മായക്കൂട്ടുകൾ കൊണ്ട് ബലപ്പെടുത്തിയും കരി, എണ്ണമെഴുക്ക് തുടങ്ങിയവ നീക്കം ചെയ്തും കെമിക്കൽ വർക്കിലൂടെ ചിത്രങ്ങളെ തെളിച്ചെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി പ്രകൃതിദത്ത വർണ്ണങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പഴമ നഷ്ടപ്പെടാതെയാണ് ചുവർ ചിത്രങ്ങളുടെ സംരക്ഷണം നടപ്പാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കോട്ടയം. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ പള്ളിപ്പാനയ്ക്ക് ശില്പങ്ങൾ ഒരുക്കിയ തച്ചന്മാർ. ചെമ്പകശ്ശേരി തച്ചൻ വാസുദേവൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയ്ക്കായി രൂപങ്ങൾ നിർമ്മിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന പള്ളിപ്പാനയ്ക്കും ശില്പനിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരിൽ ചെമ്പകശ്ശേരി തച്ചൻ വാസുദേവനാചാര്യയും പങ്കാളിയായിരുന്നു. ഇത്തവണ വാസുദേവനാചാര്യയുടെ നേതൃത്വത്തിൽ 10ഓളം തച്ചന്മാരാണ് പള്ളിപ്പാനയ്ക്കായുള്ള രൂപങ്ങളും പീഠങ്ങളും നിർമ്മിക്കുന്നത്. 75ഓളം അടയ്ക്കാമരത്തിലും ഇവരുടെ കരവിരുത് പ്രകടമാകും. പള്ളിപ്പാന ആരംഭിക്കുന്നതിന് 3 ദിവസം മുൻപ് തന്നെ തച്ചന്മാരുടെ നേതൃത്വത്തിൽ ശില്പനിർമ്മാണങ്ങൾ ആരംഭിച്ചതാണ്. ഇപ്പം പണിയുന്നത് ഭീഷ്മരുടെ ശരശയിലുള്ള പീഠങ്ങൾ 2 അളവിലായിട്ട് 12 പീഠം, പിന്നെ പുരുഷ പ്രതിമ, അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പ്രതിമകൾ ആ ഭാവത്തിൽ. ഇലഞ്ഞി, പ്ലാവ്, കാഞ്ഞിരം, പാല, തേക്ക് എന്നീ തടികളിലാണ് ചടങ്ങുകൾക്ക് ആവശ്യമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. പള്ളിപ്പാനയുടെ പ്രധാന ചടങ്ങായ ഭീഷ്മരെ ശരശയ്യയിൽ കിടത്തുന്ന ചടങ്ങിനായി രൂപം നിർമ്മിക്കുന്നത് തേക്കിൻ തടിയിലാണ്. 5 രൂപങ്ങളും 12 പീഠങ്ങളുമാണ് ഇതിനായി തയ്യാറാക്കുന്നത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രഭാവങ്ങളിലാണ് ഇവയുടെ നിർമ്മാണം. 15 ദിവസങ്ങളിലായി 25 ചടങ്ങുകളാണ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത്. അതിനാൽ തന്നെ തച്ചന്മാരുടെ ജോലികളും പള്ളിപ്പാന അവസാനിക്കുന്നതുവരെ തുടരും. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ഷിംജിതയുടെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ 21 ദിവസമായി ജയിലിലാണെന്നും ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ടതില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഷിംജിത കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്.
വാക്കുകൾക്ക് വജ്രത്തേക്കാൾ തിളക്കവും കരുത്തും ഉണ്ടാകുന്നതിന് നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിശ്വാസത്തിന്റെ പാലമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് വാലന്റൈൻസ് വാരത്തിലെ 5ാം ദിനമായ പ്രോമിസ് ഡേ, അതായത് ഇന്ന്. പ്രണയത്തിന്റെ ഭാഷയിൽ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, അവ ഹൃദയത്തിൽ കോറിയിടുന്ന കവിതകളാണ്. വാലന്റൈൻസ് വാരത്തിലെ 5ാം ദിനം പ്രോമിസ് ഡേ ആയി ആഘോഷിക്കുമ്പോൾ നാം പുതുക്കുന്നത് വിശ്വാസത്തിന്റെ ഉടമ്പടികളാണ്. വസന്തകാലത്തെ പൂക്കൾ കൊഴിഞ്ഞുപോയേക്കാം, പക്ഷേ ചേർത്തുപിടിച്ച കൈകൾ വിടില്ലെന്ന വാഗ്ദാനം ഓരോ ബന്ധത്തെയും അനശ്വരമാക്കുന്നു. 1000 സമ്മാനങ്ങളെക്കാൾ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി ഞാൻ നിനക്കായി എന്നും ഇവിടെ ഉണ്ടാകും എന്ന ആ ഉറപ്പാണ്. പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഹൃദയത്തിൽ തൊട്ടുള്ള സത്യങ്ങളാണ് ഓരോ പ്രോമിസ് ഡേയും ആവശ്യപ്പെടുന്നത്. വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്, പക്ഷേ അത് പാലിക്കപ്പെടുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. തിരക്കേറിയ ഈ ലോകത്ത് പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നമ്മുടെ സമയം തന്നെയാണ്. കലുഷിതമായ നിമിഷങ്ങളിൽ ഒരാശ്വാസമായി, പതറുന്ന നേരങ്ങളിൽ ഒരു ധൈര്യമായി കൂടെ നിൽക്കുമെന്ന് ഇന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ ദിനം കേവലം ഒരു വാഗ്ദാനത്തിൽ ഒതുങ്ങാതെ ജീവിതകാലം മുഴുവൻ പാലിക്കപ്പെടേണ്ട സ്നേഹത്തിന്റെ വിളംബരമായി മാറട്ടെ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ്? വ്യാപാരം ഏത് രീതിയിലായിരിക്കും ഇന്ന് ആരംഭിക്കുക? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് തുടർച്ചയായി 3 ദിവസവും വിപണി നേട്ടത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. തുടർച്ചയായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത് വിപണി മുന്നോട്ട് നയിക്കുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഓരോ നിലപാടുകൾ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇനി ആഗോള സാഹചര്യങ്ങളൊന്നും മാത്രമാണ് വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട ഘടകം. ആഗോള വിപണികളിൽ ഇപ്പോൾ അനുകൂലമായി തന്നെയാണ് നീങ്ങുന്നത്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നേട്ടത്തിലാണ് വ്യാപാരം തുടങ്ങുന്നത്. US-ലും യൂറോപ്പിലും എല്ലാം ഇന്നലെ നേട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായ രീതിയിലായിരിക്കും വിപണിയിൽ ഇന്ന് വ്യാപാരം തുടങ്ങുക. ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാവും ഇനി വിപണിയെ സ്വാധീനിക്കുക. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന ഫലം വളരെ മികച്ച രീതിയിൽ വിപണിക്ക് സ്വാധീനം ചെലുത്തുന്ന രീതിയിലുള്ള പ്രകടനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മൊത്തത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു മുന്നേറ്റത്തിന് സഹായിക്കുമെന്ന് തന്നെ കരുതുന്നത്. ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു നിക്ഷേപ താല്പര്യത്തിൽ അതിൽ പങ്കുകൊള്ളാത്ത ഒരു മേഖല എന്നുള്ള രീതിയിൽ ചില പൊതുമേഖലാ ബാങ്കുകളൊപ്പം തന്നെ HDFC ബാങ്ക് മുതലായിട്ടുള്ള സ്വകാര്യ ബാങ്കുകളിലൂടെ ഒരു അനുകൂലമായ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വിപണിക്ക് പ്രോത്സാഹനമാകും. ഇപ്പോൾ തന്നെ ബാങ്കിങ് സൂചിക ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുണ്ട്. IT മേഖലയിലാണ് ഒരു നിക്ഷേപ താല്പര്യം ഇനി ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ IT മേഖലയിൽ ഒരു നേരിയ തോതിൽ നിക്ഷേപ താല്പര്യം കണ്ടിരുന്നു. ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് മൊത്തത്തിൽ വിപണിയുടെ മുന്നേറ്റ നീക്കത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാങ്കേതികമായി 25,900 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടന്നാൽ തന്നെ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ കൂടുതലാണ്. എന്തായാലും ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റം. ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഇന്നൊവേഷൻ ക്യാമ്പസിന്റെ 1ാം ഘട്ടം കാക്കനാട് കിൻഫ്ര EMC പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി P. രാജീവ് ഇന്നൊവേഷൻ ക്യാമ്പസിന്റെ സോഫ്റ്റ് ലോഞ്ച് നിർവഹിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി-ഗാർഡ് സ്ഥാപകൻ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, ഭാര്യ ഷീല കൊച്ചൗസേപ്പ്, വി-ഗാർഡ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ K. ചിറ്റിലപ്പള്ളി, ഡയറക്ടറും CEO-യുമായ രാമചന്ദ്രൻ V. തുടങ്ങിയവർ പങ്കെടുത്തു. ഗവേഷണത്തിനും നൂതന സാങ്കേതിക വിദ്യകൾക്കും മുൻഗണന നൽകുന്ന വി-ഗാർഡിന്റെ ഈ പുതിയ ഇന്നൊവേഷൻ ക്യാമ്പസ് സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകും. ആധുനിക ലാബുകളും സുസ്ഥിര നിർമ്മാണ രീതികളും കോർത്തിണക്കിയ ഈ ക്യാമ്പസ് ഇലക്ട്രോണിക്സ് രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ നൂതനമായ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും ഊന്നൽ നൽകി കൂടുതൽ മികവോടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ
ഇന്നൊവേഷൻ ക്യാമ്പ് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ കെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിടെക് എഡ്യൂക്കേഷന് ഇനി പുതിയ മുഖം. 25 വർഷം പൂർത്തിയാക്കിയ ജിടെക് പുതിയ ലോഗോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ജിടെക് അറ്റ് 25 മെഗാ ഡ്രോൺ ഷോയിലാണ് പുതിയ ലോഗോ ലോഞ്ച് ചെയ്തത്. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ 2001 ഫെബ്രുവരി 10 കോഴിക്കോട് ആരംഭിച്ച ജിടെക് 33 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ വിശ്വാസവുമായാണ് 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. ടെക്നോളജിയുടെ അവസരങ്ങൾ മുന്നിൽ കണ്ടാരംഭിച്ച ജിടെക് 23 രാജ്യങ്ങളിലായി 812 ട്രെയിനിംഗ് സെന്ററുകളോടുകൂടി ഒരു വർഷം 1,70,000-ലധികം വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ആധുനിക ടെക്നോളജി യുഗത്തിൽ AI റോബോട്ടിക്സ്, XR, ഗെയിം ഡെവലപ്മെന്റ്, SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ തുടങ്ങി അതിനൂതന സാങ്കേതിക കോഴ്സുകൾ ഇന്റേൺഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം നൽകിയാണ് ജിടെക് പുതിയ രൂപത്തിലേക്ക് മാറിയത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ജിടെക് അറ്റ് 25 മെഗാ ഡ്രോൺ ഷോയിൽ പുതിയ ലോഗോ ലോഞ്ച് ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകരും സോഷ്യൽ മീഡിയ താരങ്ങളുമായ വേടനും ഹനാൻ ഷായി നയിക്കുന്ന മെഗാ സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. മാറുന്ന സാങ്കേതിക വിദ്യയോട് ഒത്ത് ജിടെക്കും മാറുകയാണെന്ന് ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലുടി പറഞ്ഞു. 2 ആഗ്രഹങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. One was to become the first stock exchange list ചെയ്തിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവാന്നുള്ളത്. Alhamdulillah, we have done it. Number 2, we want to set up the first private university in Kerala. ദുആ ചെയ്യണം. Thank you. ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മെഹന മിലാൽ, മിഷാൽ അബൂബക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. KPCC സംസ്കാര സാഹിത്യ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഉത്സവ് 2026 സാംസ്കാരിക മേള ഫെബ്രുവരി 12 മുതൽ 17 വരെ കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 12 രാവിലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള, കലാ സാംസ്കാരിക പരിപാടികൾ, ചർച്ചകൾ, സംവാദങ്ങൾ, ചിത്രകലാ ക്യാമ്പ്, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, അമച്വർ നാടക മത്സരങ്ങൾ, ഫുഡ് കോർട്ട് തുടങ്ങിയവ ഈ മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ നടക്കുന്ന പരിപാടികളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ പുസ്തകമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അതുപോലെ തന്നെ അമച്ചർ നാടകങ്ങൾ, അതിശക്തമായി അമച്ചർ നാടകം നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അമച്ചർ നാടക സംഘടനകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അമച്ചർ നാടക മത്സരം. ഉപേക്ഷിച്ച ഇലക്ട്രിക്കൽ ഇരുമ്പ് പ്ലേറ്റിലെ ദ്വാരത്തിൽ കൈവിരൽ കുടുങ്ങിയ 6 വയസ്സുകാരനെ രക്ഷകരായി കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാ സേന. 3/4 മണിക്കൂർ നേരം പരിശ്രമിച്ച് കട്ടിയേറിയ ഇരുമ്പ് തകിട് മുറിച്ചുമാറ്റി കുട്ടിയുടെ കൈവിരൽ സേനാംഗങ്ങൾ പുറത്തെടുത്തു. ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പ് പ്ലേറ്റ് DRBയുടെ ദ്വാരത്തിലാണ് 6 വയസ്സുകാരനായ കാശിനാഥിന്റെ കൈവിരൽ കുടുങ്ങിയത്. കുട്ടിയുടെ വിരൽ പുറത്തെടുക്കുവാൻ പിതാവ് ഷിജുവും സുഹൃത്തുക്കളും വീട്ടിൽ വെച്ച് ഏറെ പരിശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് കുട്ടിയുമായി കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയത്തിൽ എത്തുകയായിരുന്നു. ഏറെ സങ്കടത്തോടെ ഭയപ്പെട്ട നിലയിലായിരുന്നു കുട്ടി. ഉപേക്ഷിച്ച ഇരുമ്പ് പ്ലേറ്റിലാണ് 6 വയസ്സുകാരന്റെ കൈവിരൽ കുടുങ്ങിയത്. വളരെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റലായിരുന്നു. ഇലക്ട്രിക് പിന്നെ വയറിങ്ങിനൊക്കെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പ്രയാസപ്പെട്ടിട്ടാണ് അത് മുറിച്ചു മാറ്റിയത്. ഒപ്പം തന്നെ ആ കുട്ടി വളരെ പാനിക്കായിട്ടുള്ള ഒരു പേടിച്ചൊരു അവസ്ഥയിലായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് സേനാംഗങ്ങൾ ചേർന്ന് അതീവ ശ്രദ്ധയോടെ 3/4 മണിക്കൂറോളം സമയമെടുത്താണ് തകിട് മുറിച്ചു മാറ്റിയത്. കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ സേന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ET മുകേഷ്, VV ലിനേഷ്, P അനിലേഷ്, A സുധിൻ, KM ലതീഷ് തുടങ്ങിയവർ ചേർന്നാണ് ഇരുമ്പ് തകിട് മുറിച്ചു മാറ്റിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്.
ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത് യോഗ പ്രദർശനവും യോഗ ഡാൻസും സംഘടിപ്പിച്ചു. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായിട്ടാണ് പരിപാടി നടത്തിയത്. ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ DMO ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. DPM ഡോക്ടർ സിമി മുരളി, സീനിയർ സൂപ്രണ്ട് AK അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. ഇനി T20 വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിൽ നമീബിയയ്ക്കെതിരായ നാളത്തെ മത്സരത്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്ത അഭിഷേക് കടുത്ത പനിയും വയറുവേദനയും മൂലം ഫീൽഡിങ്ങിനും ഇറങ്ങിയിരുന്നില്ല. ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്തായ അഭിഷേക് വാങ്കഡയിൽ നിരാശപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും അഭിഷേക് പരിശീലനത്തിന് ഇറങ്ങിയില്ല. അഭിഷേക് കളിച്ചില്ല എങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ അന്തിമ 11-ലെത്തിയേക്കും. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാതിരുന്ന സഞ്ജുവിന് നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നമീബിയയ്ക്കെതിരെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഓപ്പണറായി അവസരം ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. പേസർ ജസ്പ്രീത് ബൂംറയും ആദ്യ മത്സരത്തിൽ കടുത്ത പനി മൂലം കളിച്ചിരുന്നില്ല. ബൂംറ രണ്ടാം മത്സരത്തിൽ തിരിച്ചെത്തിയാൽ മുഹമ്മദ് സിറാജെ പ്ലേയിങ് 11-ൽ നിന്നും പുറത്താകും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.